ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇന്നൊരു സിമ്പിളായിട്ട് നമുക്കൊരു ഈത്തപ്പഴം കൊണ്ടൊരു ലഡു ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് ഈത്തപ്പഴം നന്നായിട്ടൊന്ന് മിക്സിയിൽ കുരു കളഞ്ഞ് ചതച്ചെടുക്കുക. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചിരകി വെച്ചിയ നാളികേരവും ഒരു 7-8 ബദാമും നട്ട്സും നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഞാൻ കാരക്ക പൊടിച്ച അതേ ഒരു മിക്സി ജാറിൽ തന്നെയാണ് ഈ ബദാമും നട്ട്സും പൊടിച്ചെടുക്കുന്നത്. ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഡു ആണ്. ഞാനിത് ഈ ഈത്തപ്പഴം പൊടിച്ച് ഇതേ ജാറിൽ തന്നെ പൊടിച്ചിട്ട് കുറച്ച് പൊടിയൊക്കെ ജാറിൽ തന്നെ ഒട്ടി പിടിച്ച് കിടക്കുകയാണ്. എനിക്കൊരു ഫാൾട്ട് പറ്റിയതാണ്. നല്ല പഴുത്ത കാരക്കയില്ലേ, നല്ല അലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാരക്ക ഞാൻ എടുത്തത്. അതുകൊണ്ട് സുഖമായിട്ട് മിക്സി ജാറിൽ നല്ല പൊടിഞ്ഞ് കിട്ടി. പിന്നെ 2 ഏലക്ക എടുക്കുക. 2 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചത് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് സ്പൂൺ കൊണ്ട് ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ഗതികേടാണ്. ഈ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് സുഖം നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കാം. കോക്കനട്ട് ഓയിൽ കയ്യിലാക്കി നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഇത് നന്നായി കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയ ബോളുകളാക്കുക. കയ്യിൽ ഉരുട്ടി ചെറിയ കുഞ്ഞു ബോളുകളാക്കിയെടുക്കുക. കയ്യിൽ നമ്മൾ ആദ്യം കോക്കനട്ട് ഓയിൽ ആക്കിയത് കൊണ്ട് കയ്യിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നവുമില്ല. ഇനി നമ്മൾ ഈ ലഡുവിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നട്സ് ഒന്ന് ഈ ലഡുമേൽ അമർത്തി പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി നമുക്ക് ബോളാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലഡു റെഡിയായി. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും ഉരുട്ടി ലഡു ആക്കിയെടുക്കാം. ഇത്ര പണിയേ ഉള്ളൂ നമുക്ക് ലഡു ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് റെഡിയായ ലഡു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.